ഹരേ കൃഷ്ണ. പൊന്നുണ്ണി ഇന്ന് ശ്രീലകത്ത് ഭയങ്കര ഭംഗിയുള്ള നല്ല മനോഹരമായൊരു രൂപത്തിലാണ്, മുരളീധരനായിട്ടാണ്. ഓടക്കുഴലൊക്കെ ഇങ്ങനെ ചുണ്ടോടടുപ്പിച്ച്, അത് പൊന്നിൻ്റെ ഓടക്കുഴലാണേ. നമ്മളെ ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കണ്ടിട്ടുള്ള രൂപത്തിലാണ് ഇന്ന് കണ്ണൻ, നമ്മുടെയൊക്കെ മനസ്സിൽ കണ്ണൻ എപ്പോഴും ഉള്ള രൂപത്തിലാണ് മുരളീധരനായിട്ട്. അപ്പോൾ ഇന്നത്തെ കളഭാലങ്കാരം, കുഞ്ഞിക്കാലുകൾ പിണച്ചു വെച്ചിട്ടുണ്ട്. പിണച്ചു വെച്ച കുഞ്ഞിക്കാലിലോ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടു കോണകം ഉടുത്തിട്ടുണ്ട്. കിങ്ങിണി കുംഭയോട് പറ്റി ചേർന്ന് കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട പുതിയ കിങ്ങിണിയാണ് കേട്ടോ. കഴുത്തിൽ മണിമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോട് പൊന്നോടക്കുഴലിൽ ചുണ്ടോടടുപ്പിച്ച്, അതായത് രണ്ട് കൈ കൊണ്ടും ഓടക്കുഴലിൽ പിടിച്ച് ചുണ്ടോടടുപ്പിച്ച് വെച്ച് വേണുഗാനം പൊടിക്കുന്ന മുരളീധരനായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് പൊന്നുണ്ണി. രണ്ട് ചെവിയിലും ചെറിയ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. രണ്ട് ചെവിയിലെയും സ്വർണ്ണ പൂക്കൾ നല്ല ഭംഗിയിൽ തിളങ്ങുന്നുണ്ട്. നെറ്റിയിൽ സ്വർണ്ണ ഗോപിയുണ്ട്. ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന് മേലിലോ മയിൽപ്പീലിയുണ്ട്. രണ്ട് തിരുമുടി മാലകളുണ്ട്. ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂവ് മാത്രമായും വെളുത്ത പൂവും മാത്രമായും ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും ചേർന്നതും വെളുത്ത പൂവും തെച്ചിയും പൊട്ടുപോലെ തോന്നുന്ന രീതിയിലുള്ള വിധാനമായ മാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയും ചേർന്ന രണ്ട് ഉണ്ടമാലകളും തെച്ചി മാത്രമായിട്ടുമുള്ള മാലകൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിറയെ മാലകളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട്, തിരുമുടി മാലകളും വിധാനമായിട്ടുള്ള മാലകളൊക്കെ ഇട്ടിട്ട് ഭഗവാൻ ഇങ്ങനെ ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിക്കാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ചുരുണ്ട മുടിയൊക്കെ വെച്ചിട്ട് രണ്ട് വശത്തും വെഞ്ചാമരം വെച്ചിട്ടുണ്ട്. എന്താ ഭംഗി! മയിൽപ്പീലിയൊക്കെ നല്ല ഭംഗിയായിട്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് കാറ്റിൽ ഇളകുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഉരുണ്ട കാലും കുംഭയൊക്കെ നല്ല നിറഞ്ഞിരിക്കുകയാണ്. അലങ്കാരത്തിൽ എപ്പോഴും കണ്ണൻ്റെ കുംഭ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എന്താണ്, യശോദ അമ്മ ഭക്ഷണമൊക്കെ കൊടുത്ത്, ഭഗവാന്റെ ഭക്ഷണം അറിയാലോ, ഇപ്പോൾ സമൃദ്ധമായ ഭക്ഷണമാണ്, അതൊക്കെ കൊടുത്ത് കുംഭയൊക്കെ നിറഞ്ഞ് ഭഗവാൻ നിൽക്കുന്ന രൂപത്തിലാണ് ശ്രീലകത്ത് എപ്പോഴും ഭഗവാനെ കാണുന്നത്. കാലുകളൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിരിക്കുകയാണല്ലോ, പൊൻതളകളൊക്കെ ചാർത്തിയിട്ടുള്ള കാലുകളൊക്കെ പിടച്ച് വെച്ച് മാല, എന്ത് മാല ഇടുമ്പോഴും ശ്രദ്ധിക്കണം, ഒരു തുളസിമാല ഉണ്ടാവും ഭഗവാന്റെ കഴുത്തിൽ. അത് നിർബന്ധമാണ്. തുളസിയാണല്ലോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത്. കൈവളകൾ, തോൾവളകൾ, ചെവിപ്പൂക്കൾ, സ്വർണ്ണ ഗോപി തിലകം, അപ്പം പൊന്നിൻ്റെ കിരീടം, എത്രയാ ഗോപി തിലകങ്ങളൊക്കെ കണ്ണനുള്ളതെന്നോ! എത്ര പൊന്നരിഞ്ഞാണമുണ്ട്, എത്ര കാൽത്തളകളുണ്ട്. നമ്മുടെ കണ്ണൻ ഒരുങ്ങാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലേ. എന്ത് ഭംഗിയാണ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ. അപ്പോൾ നമുക്ക് മാനസപൂജ ചെയ്താലോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആ തൃപ്പാദത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നെയ്ദീപം തെളിയിച്ച് ആരതി ഒഴിഞ്ഞ് മുഴുവനായി ഭഗവാന്റെ നമുക്ക് ആ പാദചൂടം ആരതി ഒഴിഞ്ഞ് ഭഗവാന്റെ മുഖത്താരതി നമ്മളിങ്ങനെ ആ നെയ്ദീപത്തിൻ്റെ പ്രഭ കണ്ണൻ്റെ പ്രഭയിലേക്കൂടി ഇങ്ങനെ ഇഴുകിച്ചേരും വിധം ദീപം മുന്നിൽ പിടിച്ച് കണ്ണ് തുറന്ന് കണ്ണനെ കണ്ണ് നിറച്ച് കണ്ട് ധൂപ ആരതി എടുത്ത് പൂക്കളൊക്കെ അർപ്പിച്ച് നേദ്യം സമർപ്പിച്ച് ഭഗവാനെ ഒരുക്കി ഊട്ടി ഇരുത്തിയിരിക്കുന്നത് ആരാണ്? നമ്മളാണ്. ഭഗവാനെ ഇപ്പോൾ ഇങ്ങനെ ഒരുക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഒരുക്കിയിട്ടാണ്, കുളിപ്പിച്ച് ഒരുക്കി ഇതൊക്കെ അണിയിച്ചതാരാ? നമ്മളാണ്. മാല ഇട്ടതാരാ? നമ്മളാണ്. നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ നമ്മളിതൊക്കെ ചെയ്ത് ഭഗവാനെ ഒരുക്കി പൂക്കളൊക്കെ സമർപ്പിച്ചു, പഴവും പായസവും ഭക്ഷണം എല്ലാം കൊടുത്ത് വാരിക്കൊടുത്ത് ഒരുക്കി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടോ നമ്മൾ ദീപധൂപ ആരതി ഒഴിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് മാനസ പൂജയാണ്. മനസ്സുകൊണ്ട് ഭഗവാനെ ഉറക്കുന്നു, ഊട്ടുന്നു, ഒരുക്കുന്നു, ഇതെല്ലാം നമ്മളാണ് ചെയ്തത്. നമ്മുടെ മനസ്സിൽ ഒരു ദിവസത്തെ കളഭ അലങ്കാരത്തിൽ ആക്കി ഇപ്പം ഭഗവാൻ ശ്രീലകത്ത് എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ മനസ്സാകുന്ന ശ്രീലകത്ത് നമ്മൾ ഒരുക്കുന്നു. നമുക്ക് 3 നേരവും ഭഗവാൻ അങ്ങനെ ഭക്ഷണം കൊടുക്കാം. മനസ്സിലിങ്ങനെ ഭഗവാൻ ഇന്ന ഭക്ഷണം കൊടുക്കുന്നു, 3 നേരവും ഒരുക്കുന്നു, എന്തുമാകാം. മാനസപൂജ നമുക്ക് എത്ര വേണേ ചെയ്യാം. അത് നമ്മുടെ ഭക്തിയുടെ ആഴത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും.
പ്രിയപ്പെട്ടവരോടായിട്ട് പ്രത്യേകം ഒരു കാര്യം പറയട്ടെ, ലൈവിൽ വരാത്തതിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു ലോങ് വീഡിയോ ഇട്ടതിൽ സൗണ്ട് ഇല്ലാണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ക്ഷമിക്കണം, അതെന്തോ പറ്റിയൊരു മിസ്റ്റേക്കാണ്. നല്ലൊരു വീഡിയോ ആയിരുന്നു അത്, ഒരു കഥ പറഞ്ഞ് നിങ്ങൾക്ക് സമർപ്പിച്ചതാണ്. പക്ഷേ അതെന്തോ ഭഗവാൻ അതിപ്പോൾ കേൾപ്പിക്കേണ്ടെന്നായിരിക്കാം. കാരണം അത് ഇന്നലെ പോസ്റ്റ് ചെയ്തപ്പോൾ പെൻഡിങ്ങിൽ കിടന്നു, ഇന്ന് റീപോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നില്ല. അപ്പം അതിപ്പം നിങ്ങളിലേക്ക് എത്തിക്കണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിനിയും ഒരവസരത്തിലാവാം. നമുക്കിപ്പോൾ കുറച്ച് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവത് കാര്യങ്ങൾ പറയാനായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളും കിട്ടുകയൊക്കെ ആയതുകൊണ്ട് 8 മണിക്ക് ലൈവിലെത്താൻ ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു. കാരണം വൈകുന്നേരങ്ങളിലായിരിക്കുമല്ലോ നമ്മൾ ഈ സത്സംഗങ്ങളുള്ളത്. അതിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എത്തിയിട്ട് നിങ്ങൾക്ക് 8 മണിക്ക് ലൈവിലേക്ക് എനിക്ക് വരാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ഞാൻ ലൈവ് അറ്റൻഡ് ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയുണ്ട്, പ്രാർത്ഥനയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഉണ്ടായിരിക്കണം. പേഴ്സണലി അറിയാവുന്ന ഒരു മെസ്സേജ് അയച്ച് പൂജയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്ത വിളക്ക്, അതിലെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് കൂടെ ഞാനുണ്ട്. ഞാൻ ലൈവിൽ ഏതെങ്കിലും സമയത്ത് വരും. സമയം മാറിപ്പോകുന്നതിന് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.